ഹായ് ഓൾ. നമുക്കറിയാം KCB മസ്ദൂർ നിലവിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ ആ ഒരു പേരുണ്ടായിരിക്കില്ല. ഇനിയും വർക്കർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഒത്തിരി മാറ്റങ്ങളോടുകൂടിയായിരിക്കും ഈ ഒരു തസ്തിക വരുന്നതെന്നൊക്കെ നിങ്ങളോട് ഞാൻ ഓൾറെഡി 2 വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അവസാനം ചെയ്ത വീഡിയോയിൽ ഈ ഒരു പോസ്റ്റ് വരും എന്നുള്ളതിൻ്റെ ഒരു അഷ്വറൻസ് നമുക്ക് നൽകിയിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു ഇതിലേക്ക് അപേക്ഷിക്കുവാൻ പറ്റുന്നത് സ്ത്രീകൾക്കും ഇതിനൊരു പ്രിവിലേജ് വന്നിട്ടുണ്ട്. നേരത്തെ പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല യോഗ്യതയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായ ശേഷം ITA എന്ന് പറയുന്ന ഒരു യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു വാർത്ത. ഇതിന് ആത്യന്തികമായിട്ട് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിലൊക്കെ ഇതിന്റെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞത് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ പത്രമാധ്യമങ്ങളും ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇത് പ്രകാരം നമുക്ക് കരുതാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. അതിന് നമുക്ക് ഏറെക്കുറെ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകാം എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് ഇതിനെ ഒന്ന് ബാധിക്കും എന്നാരും കരുതരുത്. ഇത് കൃത്യമായിട്ട് തന്നെ PSCയുടേതായുള്ള കാര്യങ്ങൾ നടന്നു പോകും. മന്ത്രിസഭാ യോഗത്തിന്റെയും PSC യോഗ തീരുമാനത്തിന്റെയും ഒരു അപ്ഡേഷൻ ആണ് വരേണ്ടത്. മന്ത്രിസഭാ യോഗം ഓൾറെഡി തീരുമാനിക്കുകയും ഈ ഒരു തസ്തിക ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൽ PSCയുടെ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു യോഗ തീരുമാനത്തിൽ ഇതിന്റെ ഡിസിഷൻ ഉണ്ടാവും. കമ്മീഷൻ യോഗ തീരുമാനത്തിൽ ഇതിന്റെ ഡിസിഷൻ ഉണ്ടാവുകയും നോട്ടിഫിക്കേഷനായിട്ട് വരികയുമാണ് ചെയ്യുന്നത്. അത് നമുക്ക് എന്താണെങ്കിലും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ വരുന്ന ഏപ്രിൽ അവസാനത്തോടുകൂടിയോ മെയ് മാസം ആദ്യ വാരത്തിലോ ഇത് ഉണ്ടാകും എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ഈ ഒരു തസ്തികയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ആത്യന്തികമായിട്ടുള്ള യോഗ്യത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് കൂടാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനിയും ഇതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ തൂണിൽ കയറുക എന്ന് പറയുന്ന ഒരു മാനദണ്ഡം പറയുന്നുണ്ട്. ഇത് പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി സ്ത്രീകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഇതിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കേണ്ടതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളും പഠനങ്ങളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ളതാണ്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു നിയമന സാധ്യതയാണ്. ഇത് ഒരു ജില്ലയിൽ തന്നെ ഏതാണ്ട് 500-ലധികം നിയമനങ്ങൾ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനോടകം അത്രയധികം നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടെക്നിക്കൽ എക്സാമിനേഷനിൽ നടക്കുന്ന ഏറ്റവും വലിയ നിയമനമായിരിക്കും ഈ ഒരു KCB വർക്കർ എന്ന് പറയുന്നത്. പിന്നെ KCBയെ സംബന്ധിച്ചിടത്തോളം KCBയിൽ എപ്പോഴും സാലറി ഗവൺമെന്റ് സർവീസിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ അപേക്ഷിച്ച് കൂടുതൽ സാലറി ലഭിക്കുന്ന ഒരു ബോർഡാണ് KCB. മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് എക്സാമിനേഷൻ എഴുതി വിജയിക്കാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. കാരണം BTech യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു വർക്കറായിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊബേഷൻ കഴിയുന്ന ആ മുറയ്ക്ക് തന്നെ റൊട്ടേഷൻ അനുസരിച്ച് തന്നെ അവിടെ AEയുടെ എക്സാമിനേഷൻ വരും. ഡിപ്പാർട്ട്മെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ AE ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സാം എഴുതി കയറുന്നതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കയറാവുന്നതാണ്. നേരത്തെയൊക്കെ നടന്ന ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആൾക്കാരെയും എടുത്താണ് ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ആരും ഈ ഒരു തസ്തിക ചെറുതാണ് എന്നും ജോലിയുടെ റോൾ അനുസരിച്ച് എഴുതാതിരിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളൊരു പ്രത്യേകിച്ചും BTech ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് KCBയിലെ തന്നെ വ്യത്യസ്ത തസ്തികകളിലേക്ക് പ്രൊമോഷൻ കിട്ടി കയറാനുള്ളൊരു ചാൻസ് ആണ്. മാത്രമല്ല വർക്കർക്ക് പ്രൊമോഷൻ കിട്ടി ഏതാണ്ട് AE വരെ ആകും എന്നതൊരു ഒരു സ്വാഭാവിക നടപടിക്രമമാണ്. ഡിപ്ലോമക്കാർക്ക് കയറാൻ പറ്റുന്ന സബ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും ഈ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടി എത്തുന്നതാണ്. ഓർക്കുക KCBയിൽ എല്ലാ തസ്തികയ്ക്കും ഒരു 10-1 വീതം എന്തുണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് വേണ്ടി പ്രൊമോഷൻ സാധ്യത ഉണ്ട്. അതിൽ ടെസ്റ്റ് എഴുതി കയറാൻ പോലുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു AE ആയിട്ടാണ് കയറുന്നതെങ്കിൽ നോർമൽ ഒരു AEക്ക് കിട്ടുന്ന അതേ പ്രൊമോഷൻ ട്രാക്കിലൂടെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്ത് ഒരു വലിയ ഒരു ചീഫ് എഞ്ചിനീയറിന്റെ തതുല്യമായ തസ്തികയിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടി നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു എക്സാമിനേഷനെ നിങ്ങൾ കാണുക. ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുക. ഇത് നിങ്ങളുടെ ഒരു എക്സാമിനേഷനായി കരുതുക. നിയമന സാധ്യതകൾ ഏറെ ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള എഫേർട്ട് ഇപ്പോൾ തന്നെ തുടങ്ങുക. ഇതിന്റെ കോഴ്സ് ഏണസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം വരാവുന്ന ഉറപ്പുള്ളൊരു പരീക്ഷ, ജോലി കിട്ടാൻ സാധ്യത ഏറെയുള്ളൊരു പരീക്ഷ. ഇതിന് കൃത്യമായൊരു പഠനം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം. ഒരു ITA ലെവൽ എക്സാമിനേഷൻ ആണ് എന്നതുകൊണ്ട് ഒരു ITA ലെവലിൽ മാത്രം പഠിച്ചാലൊന്നും നിങ്ങൾക്ക് ഇതിൽ നല്ല റാങ്കിൽ എത്താൻ പറ്റണമെന്നില്ല. നമുക്കറിയാം
നമുക്കറിയാം ആദ്യത്തെ റാങ്കിൽ കിട്ടി, ആദ്യത്തെ നിയമനം കിട്ടി, ആദ്യത്തെ പ്രൊമോഷനിൽ തന്നെ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രൊമോഷൻ വരുന്നതും സീനിയോറിറ്റി വരുന്നതും നിങ്ങളുടെ റാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾ നല്ല റാങ്കിൽ പാസ്സായാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആദ്യ നിയമനം കിട്ടും, നിങ്ങൾ സീനിയറായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് സീനിയർ പോസ്റ്റിൽ കയറാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയും നിങ്ങൾക്ക് ജോലി കിട്ടുകയൊക്കെ ചെയ്യുന്നു. അത് ഈ കാലാവധി തീരുന്ന മുറയ്ക്കാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് പ്രൊബേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റാതെയാണ് ഞാൻ ഈ പറഞ്ഞ എക്സാമിനേഷൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുണ്ടാകാതെ ഈ ഒരു പോസ്റ്റിൽ കേവലം ഒരു ജോലി ആകരുത് ലക്ഷ്യം, മറിച്ച് ജോലിയിൽ ആദ്യത്തെ റാങ്കിൽ കിട്ടി ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ഒരു പ്ലേസ്മെന്റ് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ തയ്യാറെടുക്കാൻ. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏണസ്റ്റ് അക്കാഡമിയുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സുകൾ ഓൺലൈനായിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് ജോലിക്കപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, വിജയം നമ്മുടേതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.